പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ഈശോയിൽ സ്നേഹമുള്ളവരെ, ലത്തീൻ ആരാധനക്രമമനുസരിച്ച് ആണ്ടുവട്ടത്തിലെ 29ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കിന്ന് മിഷൻ സൺഡേ കൂടി കൊണ്ടാടുകയാണ്. നമ്മുടെ ദൈവത്തെ പ്രകീർത്തിക്കുന്ന മിഷൻ പ്രവർത്തനം, അതിന് സാമ്പത്തികമായിട്ട് കൂടി അതിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ കരുതുന്ന ഒരു ഞായറാഴ്ചയാണിത്. ഇന്ന് പരിശുദ്ധ പിതാവ് ലിയോ പാപ്പ 7 പേരെ കൂടി ഇന്ന് വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുകയാണ്. നമുക്കതുകൊണ്ട് സഭയോട് ചേർന്ന്, സഭയുടെ ചിന്തകളോട് ചേർന്ന്, സഭയുടെ ശുശ്രൂഷകളോട് ചേർന്ന്, കർത്താവിനോട് ചേർന്ന് നമുക്ക് ഈ പരിശുദ്ധമായ ഈ ബലി, നമ്മുടെ ഉന്നതനായ ദൈവം, നമ്മുടെ കൂടെ ഉള്ള ദൈവം, നമ്മളെ രക്ഷിക്കുന്ന ദൈവം, ആ ദൈവത്തോട് ചേർന്ന് നമുക്ക് പരിശുദ്ധ ബലി അർപ്പിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ
പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈകശക്തനാം ദൈവമേ താതനമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാ ദൈവസൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുയേശുവേ അങ്ങു മാത്രം പരിപാവനൻ. അങ്ങു താനേകനാഥനും അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മാനസങ്ങളെപ്പോഴും അങ്ങ് തിരുവഷ്ടത്തിന് അനുസൃതമാക്കി തീർക്കുവാനും ആത്മാർത്ഥ ഹൃദയത്തോടെ അങ്ങ് മഹിമയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങൾക്കിടവരുത്തണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് അമലേക്ക് റഫീദീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു. അപ്പോൾ മോശ ജോഷയോട് പറഞ്ഞു, ആളുകളെ തെരഞ്ഞെടുത്ത് അമലേക്യരുമായി യുദ്ധത്തിന് പുറപ്പെടുക. ഞാൻ നാളെ ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്യരുമായി യുദ്ധം ചെയ്തു. മോശ, അഹ്റോൻ, ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയം വരിച്ചുകൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. മോശയുടെ കൈകൾ കുഴഞ്ഞു. അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. മോശ അതിന്മേൽ ഇരുന്നു.
അഹ്റോനും ഹൂറും അവൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിലും നിന്നു. സൂര്യാസ്തമയം വരെ അവൻ്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു. ജോഷുവ അമലേക്കിൻ്റെയും അവൻ്റെ ആളുകളെയും വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നത്രേ നമുക്ക് സഹായം ലഭിക്കുന്നത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നത്രേ നമുക്ക് സഹായം ലഭിക്കുന്നത്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നത്രേ നമുക്ക് സഹായം ലഭിക്കുന്നത്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നത്രേ നമുക്ക് സഹായം ലഭിക്കുന്നത്. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതു ഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നത്രേ നമുക്ക് സഹായം ലഭിക്കുന്നത്. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങൾ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നത്രേ നമുക്ക് സഹായം ലഭിക്കുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്. ഏറ്റവും വാത്സല്യമുള്ളവനെ, എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ മുൻപാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മുൻപാകെയും അവൻ്റെ ആഗമനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്നപേക്ഷിക്കുമായിരുന്നു. കുറേ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല.
എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തിക്കൊടുക്കും. അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ദൈവം എത്ര സൂപ്പർ ദൈവമാണ്. നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവം. ഇന്നത്തെ ഒന്നാം വായന അത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്കറിയാം. മോശ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോഷുവ യുദ്ധത്തിന് പുറപ്പെട്ടു. അപ്പോൾ മോശ കരമുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം അവർക്ക് വിജയമുണ്ടായി. മോശയുടെ കൈ കുഴഞ്ഞു, അപ്പോൾ അവർക്ക് പരാജയമുണ്ടായി. അപ്പം മോശയെ, ക്ഷീണിതനായ മോശയെ അവിടെ ഇരുത്തിയിട്ട് കൂടെ ഉണ്ടായിരുന്ന അഹ്റോനും ഹൂറും മോശയുടെ 2 കൈ ഇങ്ങനെ താങ്ങിപ്പിടിച്ചു. ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നു. കൈ ഉയർത്തി പിടിച്ചപ്പോഴെല്ലാം അവർക്ക് വിജയം, കൈ താഴ്ത്തിയപ്പോഴെല്ലാം പരാജയം. അങ്ങനെ അവരെ വിജയം വരിച്ചു. അതാണ് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരം നൽകുന്ന ദൈവം. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്, അത് പഠിക്കുന്നത് നല്ലതാണ്. അത് ലൂക്കായുടെ സുവിശേഷം 18-7 വാക്യം. ലൂക്ക 18:7. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് ദൈവം അവർക്ക് നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? കാലവിളംബം എന്ന് പറഞ്ഞാൽ എന്താ? കാലതാമസം എന്നാണ്. ദൈവം അതിന് കാലതാമസം വരുത്തുമോ? കൃത്യമായിട്ട് ദൈവം അതിന് മറുപടി കൊടുക്കും എന്നാണ്. രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട്. അത് ആ നീതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ സിമ്പിളായിട്ട് ഒരു കുഞ്ഞ് ഇതിപ്പോൾ അവിടെ ആ പ്രധാന വഴിയിൽ അവിടെ ഇരുന്ന് കരയുക. അപ്പോൾ ആ കുഞ്ഞിനെ ആര് പറഞ്ഞാലും അതിനെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല. അതിൻ്റെ അമ്മ അതിനെ ഓടിച്ചെന്ന് അതിനെ കയ്യിലേക്ക് എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ അതിൻ്റെ കരച്ചിൽ നിൽക്കും. ഇതാണ് ദൈവം കാണിക്കുന്ന നീതി. അപ്പം അതാണ് ദൈവത്തിൻ്റെ നീതി. നമ്മളിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോട് കരുണ കാണിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതാണ് നമ്മുടെ ദൈവം. നമുക്ക് ഈ വചനം പഠിക്കുമ്പോൾ 2-3 വചനങ്ങൾ കൂടി എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അത് നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം. ഇത് ലൂക്ക 18:7. രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവിടുന്ന് കരുണ കാണിക്കയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? നിയമാവർത്തനം 4:7 നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നിയമാവർത്തനം 4:7. വേറെ ഏത് ജനതയ്ക്കാണ് ഉള്ളത്? ഇങ്ങനെ ഉള്ളംകൈയിലേക്ക് അല്ലെങ്കിൽ നാവിലേക്ക് ഈശോ കടന്നു വരുന്നു. നിങ്ങൾക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ഈശോ റിയലാണ്. ഈശോ ഒരു കെട്ടുകഥയല്ല. നമ്മൾ ചില മിത്തുകളൊക്കെ വായിക്കുന്നത് പോലെ, അങ്ങനെ മഴുവെറിഞ്ഞ കേരളമുണ്ടായി എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലെ ഒരു സംഭവം അല്ല, കെട്ടുകഥയല്ല. ഈശോ സത്യമാണ്. ആ സത്യമായ ഈശോ പരിശുദ്ധ കുർബാനയിൽ ജീവനോടെ വന്നിരിക്കുന്നു. നിങ്ങൾക്കറിയില്ല, കണ്ണൂർ അങ്ങനെ ഒരു പരിശുദ്ധ കുർബാനയിൽ, വരാപ്പുഴ രൂപതയിൽ, അവിടെയൊക്കെ ഇങ്ങനെ പരിശുദ്ധ കുർബാനയിൽ ഉണ്ടായ ചില മാറ്റങ്ങളെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഈശോ അതങ്ങനെ കാണിക്കുന്നത്? പരിശുദ്ധ കുർബാനയിൽ റിയൽ പ്രസൻസ് ഓഫ് ജീസസ് നമ്മുടെ നാവിലേക്ക് വരുന്നു. അത്ഭുതമല്ല? ഇത്ര ശ്രേഷ്ഠ ജനത വേറെ ആരാ ഉള്ളത്? വേറെ ഏത് ജനതയാണ് ഉള്ളത്? ഇത്ര ദൈവസാന്നിധ്യം, ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ദൈവസാന്നിധ്യം ഉള്ളിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതാണ്. ഇനി അതിനോട് ചേർന്ന് വരുന്ന നമുക്ക് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു വചനമാണ് റോമ 8:32. ഇത് നിങ്ങൾ വചനം പഠിക്കണം. ഞാനിപ്പോൾ പറഞ്ഞ 3 വചനങ്ങളാണ്. ലൂക്ക 18:7, നിയമാവർത്തനം 4:7, റോമ 8:32. വചനം പഠിച്ചാൽ വചനത്തിൻ്റെ വെളിച്ചമുണ്ടല്ലോ, വചനത്തിൻ്റെ വെളിച്ചം. ദൈവം സൃഷ്ടിച്ചത് ആദ്യം ആകാശം എല്ലാം സൃഷ്ടിച്ചിട്ട് പിന്നെ വെളിച്ചമാണ് സൃഷ്ടിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആദ്യം പറയുന്നത്
അവൻ വെളിച്ചമായിരുന്നു. അത് വെളിച്ചമായിരുന്നു. വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു കുഞ്ഞ് ആശുപത്രിയിലാണെന്ന് പറഞ്ഞ് പുറകെ വന്ന അപേക്ഷ പറയണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സങ്കടത്തിൽ കിടക്കുന്ന ജീവിതങ്ങൾ വെളിച്ചത്തിലേക്ക് വരാൻ വചനം പഠിക്കുക. വചനം പഠിച്ചാൽ വെളിച്ചം നിറയും. കാരണം വചനം ദൈവമാണ്. റോമ 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന നാളുകളാണ്. ക്രിസ്മസ് ഞാൻ എൻ്റെ കൈ ഇങ്ങനെ നീട്ടിപ്പിടിക്കുകയാണ്. എല്ലാവരും കാണുന്നില്ല. കൈയുടെ അറ്റമാണ് ഈശോ എങ്കിൽ, അതായത് ദൈവം നമുക്ക് തന്നതിൻ്റെ അങ്ങേയറ്റമാണ് ഈശോ. ദൈവം നമുക്ക് തന്നതിൻ്റെ അങ്ങേയറ്റം, മാക്സിമം, ദൈവത്തിന് തരാൻ പറ്റുന്നതിൻ്റെ മാക്സിമമാണ് ഈശോ. അങ്ങനെയെങ്കിൽ അതിനിടയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തരാൻ ഈശോയ്ക്ക് സാധിക്കില്ലേ? അതാണ് ഈ വചനം. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കാൻ കഴിയുമോ? അതാണ്. അപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കണം. നല്ല ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. നമ്മളാണ് അനീതി കാണിക്കുന്നത്. മക്കബായരുടെ പുസ്തകം 2 മക്കബാർ 15:27 അതിൽ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതിൽ കൈകൾ കൊണ്ട് യുദ്ധം ചെയ്യുകയും ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് 35,000-ൽ കുറയാത്ത ആളുകളെ അവർ കൊന്നൊടുക്കി. ദൈവത്തിൻ്റെ ഈ പ്രത്യക്ഷ സഹായം അവരെ ആഹ്ലാദഭരിതരാക്കി. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇല്ലേ, ആ സ്ത്രീ എന്ത് ചെയ്തു? ആ സ്ത്രീ ഇങ്ങനെ ഇടപെടാതെ എനിക്ക് നീതി നടത്തി തരണം ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അവളുടെ ഭാഗം ക്ലിയർ ആയതുകൊണ്ട് അത് നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ അങ്ങനെ നശിപ്പിക്കാൻ പറ്റിയ വിധത്തിൽ ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് നമ്മൾ വിചാരിക്കാത്ത നേരത്തെ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പുറകിൽ ഫറവോയുടെ സൈന്യം, മുമ്പിൽ ചെങ്കടലും, വിചാരിക്കാത്ത നേരത്തെ ചെങ്കടൽ പിളർന്നു. അങ്ങനെ വിചാരിക്കാത്ത നേരത്തെ പ്രത്യക്ഷ സഹായം തരാൻ കഴിവുള്ളവനാണ് ദൈവം. അതാണ് ഇത് നമ്മളിങ്ങനെ വിശ്വസിക്കണം. അപ്പം നമ്മളാണ് അനീതി കാണിക്കുന്നത്. ഇപ്പം നമുക്ക് നല്ല ജീവൻ തന്നു അല്ലേ? നമുക്ക് ജീവൻ തന്നു. ഇവർ മദ്യപാനി ഭയങ്കര അനീതിയാണ് കാണിക്കുന്നത് ദൈവത്തോട് ഇല്ലേ? ഇന്നലെ മദ്യം കഴിച്ചു, ഇന്ന് നാവില് ജീവനുള്ള ഈശോയുടെ റിയൽ പ്രസൻസ് ആയിട്ട് ഈശോയുടെ ശരീരം സ്വീകരിക്കാൻ എങ്ങനെ തോന്നും? നമ്മൾ അനീതി കാണിക്കുന്നത്. ഇങ്ങനെ മദ്യം കഴിച്ച് കഴിയുമ്പോഴും കിക്കാവുന്നത് എന്തുകൊണ്ടാണ്? പെട്ടെന്ന് ഇങ്ങനെ ബോധം പോകുന്നു. ചിലപ്പോൾ വേണ്ടാത്തൊക്കെ പറയും, അല്ലെങ്കിൽ രഹസ്യങ്ങൾ വിളിച്ചു പറയും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? മദ്യം വായിലൂടെ താഴേക്കല്ലേ പോകുന്നത്? പക്ഷെ എൻ്റെ മുകളിൽ തലക്ക് അടിക്കുന്നത് എന്തുകൊണ്ടാണ്? തലയിൽ 12 തലച്ചോല 12 ക്രേനിയൽ നെർവ്സ് ഉണ്ട്. നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ ചവയ്ക്കുമ്പോൾ ഇവിടെ അനങ്ങും. ഇത്തിരി കട്ടിയുള്ള ഭക്ഷണം കഴിച്ച് ഇവിടെ വേദന എടുക്കും. അത് 5ാമത്തെ നെർവാണ്, ട്രിജേമിനൽ നെർവ്. ഒരു സ്ത്രീയും ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന മകനുള്ള ഒരു സ്ത്രീ, അവരിങ്ങനെ പ്രഷർ വേരിയേഷൻ ഉള്ളതുകൊണ്ട് അവരെപ്പോഴും ഇങ്ങനെ കുഴഞ്ഞു വീഴുമായിരുന്നു. അപ്പോൾ മരുന്ന് കഴിച്ച് പ്രഷർ നോർമലായി, പിന്നെയും കുഴഞ്ഞു വീഴുന്നു. പ്രഷർ നോർമലായിട്ടും പിന്നെയും കുഴഞ്ഞു വീഴുന്നു. അപ്പോൾ MRI ചെയ്തപ്പോൾ അവിടെ തലയിലൊരു ട്യൂമറുണ്ട്. അതിപ്പോൾ ഇനി എടുത്ത് കളയണം. ഒരു ഫിക്സ് വരുന്നത് എന്തുകൊണ്ടാണ്? തലച്ചോല ഈ നെർവ്സിന് പ്രശ്നം വരുന്നതുകൊണ്ടാണ്. ഡിപ്രഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ തലച്ചോല. അപ്പോൾ മദ്യപിക്കുന്നയാൾ ദൈവം ചെയ്യുന്ന ഈ അത്ഭുതകരമായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ? ഇനി മദ്യം താഴേക്ക് പോകുമ്പോൾ അന്നനാളത്തിലൂടെ കരൾ, കിഡ്നി, ഇതൊക്കെ ആരാ പ്രവർത്തിപ്പിക്കുന്നത്? അപ്പോൾ ദൈവം നമ്മളോട് അനീതി കാണിച്ചിട്ടുണ്ടോ? നമ്മളാണ് അനീതി കാണിക്കുന്നത് ദൈവത്തോട്. അതാണ് നമുക്ക് കാലതാമസമുണ്ടാകുന്നത്. നമ്മുടെ കയ്യിൽ നിന്നൊന്നും വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. പാപം ഉപേക്ഷിക്കാൻ തയ്യാറല്ല, ചില ദുശീലങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. നമ്മുടെ പിടിച്ചപടി ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. എന്തൊരു വിരോധാഭാസ! ഒരേ സമയം ദൈവം ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ നമ്മൾ ശല്യം ചെയ്യുകയും എന്നിട്ട് അതേസമയം ആ ദൈവത്തോട് തന്നെ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതെങ്ങനെ നടക്കും? അപ്പം ആരാണ് അനീതി? ദൈവം നല്ല അടിപൊളി ദൈവമാണ്, നമ്മുടെ കൂടെയുള്ള ദൈവമാണ്, വിളി കേൾക്കുന്ന ദൈവമാണ്. സ്വപുത്രനെ തന്നെങ്കിൽ അതിൻ്റെ കൂടെ ബാക്കിയുള്ളതും തരാൻ കഴിവുള്ള ദൈവമാണ്. ഈ ദൈവത്തെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കടമയുള്ളത്. നിന്നെ രക്ഷിക്കുന്ന ദൈവത്തെ നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
അങ്ങനെ പറയുന്ന മനുഷ്യരെ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മിഷൻ സൺഡേ. നിനക്കതെങ്കിലും ചെയ്തുകൂടെ? നിനക്ക് പോയിട്ട് പ്രഘോഷിക്കാൻ നിനക്ക് പറ്റുന്നില്ലല്ലോ. നിന്റെ ജീവിതം കൊണ്ട്, നിന്റെ ബലഹീനതകൾ കൊണ്ട് നിനക്ക് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ പ്രഘോഷിക്കാനും സാധിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ കത്തോലിക്ക സഭ അങ്ങനെ പ്രഘോഷിക്കുന്ന മിഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ വേണ്ടി സാമ്പത്തിക സഹായം ആവശ്യപ്പെടുമ്പോൾ നമുക്കത് കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? നമ്മുടെ കടമയാ. ഈ സൂപ്പർ ദൈവത്തെ, നമ്മുടെ അടിപൊളി ദൈവത്തെ, നമ്മുടെ കൂടെയുള്ള ദൈവത്തെ നമ്മൾ പ്രഘോഷിക്കണം ജീവിതം കൊണ്ട്. ദൈവം ഒരിക്കലും നമ്മളോട് അനീതി കാണിച്ചിട്ടില്ല, നമ്മളാണ് ദൈവത്തോട് അനീതി കാണിക്കുന്നത്. എന്നിട്ട് ഈ കൊള്ളരുതായ്മെല്ലാം കാണിച്ചിട്ട് നമ്മൾ എനിക്ക് കിട്ടിയില്ല, എനിക്ക് തന്നില്ല എൻ്റെ ദൈവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരാതി പറയുന്നു. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. മറിയം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, മറിയത്തിൻ്റെ മഹത്വം. നിങ്ങൾക്ക് മറിയത്തെ ഭയങ്കര ഇഷ്ടമാണല്ലോ, അതുകൊണ്ടല്ലേ ഈ യാത്രയൊക്കെ ചെയ്ത് ഇവിടെ വന്നത്. ഈ മറിയം എന്താ ചെയ്തെന്ന് അറിയാവോ? മറിയം ഉള്ളിൽ കിട്ടിയ ഈശോ വരാൻ പോണെന്ന് പറഞ്ഞപ്പോൾ മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, ഞാൻ അടിമയായി നിന്നോളാം, ഇങ്ങോട്ട് താ ഈശോയെ എന്ന് പറഞ്ഞിട്ട് ഈശോയെ മേടിച്ച് ഉള്ളി വെച്ചിട്ട് അത് നഷ്ടപ്പെടുത്താതെ കൊണ്ടു നടന്ന കാൽവരി കുരിശിലൂടെയൊക്കെ നടന്ന്, കുരിശിൻ്റെ വഴിയിലൊക്കെ നടന്ന്, കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് ആ തമ്പുരാൻ്റെ മരണത്തെ ആരാധിച്ചിട്ട് ആ ശരീരം ഉണ്ടല്ലോ വലിയ ഭവ്യതയോടെ മടിയിലേക്ക് വാങ്ങി. നമുക്കതിനുള്ള അവസരമുണ്ട്. മാതാവ് കുരിശിൻ ചുവട്ടിൽ നിന്ന പോലെ നിൽക്കാനാണ് പരിശുദ്ധ കുർബാന അർപ്പണം. മാതാവ് കുരിശിൻ ചുവട്ടിൽ നിന്നതുപോലെ നിൽക്കുന്നതാണ് കുംഭസാരത്തിൽ മുട്ടുകുത്തുന്നത്. മാതാവ് ഈശോയുടെ ശരീരം മടിയിലേക്ക് വാങ്ങിച്ചതുപോലെ ആദ്യമായിട്ട് പരിശുദ്ധ കുർബാന മുറിക്കപ്പെട്ട ശരീരം വാങ്ങിച്ചത് മറിയമാണ്. അങ്ങനെയെങ്കിൽ ആ മുറിക്കപ്പെട്ട അപ്പം സ്വീകരിക്കാനായിട്ടുള്ള നമ്മുടെ അവസരമാണ് കുർബാന സ്വീകരണം. മറിയത്തെ ഇഷ്ടമാണ്, പക്ഷെ മറിയം ചെയ്യുന്നത് പോലെ ഒന്നും ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. മറിയം ഇത് ചെയ്തത് കൊണ്ടാണ് മറിയം ഇങ്ങനെ ഉയർത്തപ്പെട്ടത്. നിനക്ക് ഉയർത്തപ്പെടണോ? നിന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച വേണോ? നീ ഈശോയെ പ്രഘോഷിക്കുക, ഈശോയുടെ കുരിശുമരണത്തെ ആരാധിക്കുക, നിനക്ക് അനുഗ്രഹമുണ്ടാകും. ഏദനിൽ കാണാത്ത കനിയേ, മരുഭൂവിൽ പെയ്യാത്ത മന്നയേ, ഏദനിൽ കാണാത്ത കനിയേ, മരുഭൂവിൽ പെയ്യാത്ത മന്നയേ, കാൽവരി ചോട്ടിലന്നമ്മ കൈക്കൊണ്ട സ്വർഗീയ നിധിയേ, കാൽവരി ചോട്ടിലന്നമ്മ കൈക്കൊണ്ട സ്വർഗീയ നിധിയേ. പരിശുദ്ധമ്മ, അമ്മ കൈക്കൊണ്ട നിധി, അതെനിക്ക് നിധി പോലെ കൊണ്ടു നടക്കാനുള്ള കൃപ എനിക്ക് തരണേ. ഞാൻ സൈഡിൽ മാറ്റി വെച്ചിട്ടാണ് നടക്കുന്നത്. എനിക്ക് ആ നിധി എൻ്റെ നെഞ്ചിൽ കൊണ്ട് നടക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുകൊള്ളാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൻ ജനിച്ചവനും യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ.
നമുക്ക് കാഴ്ചവെപ്പിന് വേണ്ടി ഒരുങ്ങുന്ന സമയമാണ്. 4 വരികളായിട്ട് മുന്നോട്ട് വരിക, 4 വരികളായിട്ട് മുന്നോട്ട് കാഴ്ചവെപ്പിനായിട്ട് വരിക. നമുക്കിപ്പോൾ നൽകുന്ന സ്തോത്ര കാഴ്ചകൾ അത് മിഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഈ തീർത്ഥാടന കേന്ദ്രം ഇതൊരു ഇടവകപ്പള്ളി കൂടിയാണ്. ഇവിടെയുള്ള മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഇവിടുന്ന് റോമിലേക്ക് അയക്കുന്ന മിഷൻ കളക്ഷനിലേക്ക് നിങ്ങളുടെ സ്നേഹത്തോടുള്ള സംഭാവനകൾ നിങ്ങൾ ഈ സ്തോത്ര കാഴ്ചയായിട്ട് നൽകുക. കർത്താവേ, ഞങ്ങൾ പാപികളും ബലഹീനരുമാണ്. ഒത്തിരി പ്രാർത്ഥനകളുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ കർത്താവിനെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പലപ്പോഴും സാധിക്കുന്നില്ല. കർത്താവെ, ഈ മിഷൻ ഞായർ ഞങ്ങൾ സുവിശേഷ വേലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിനെ പ്രഘോഷിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മറിയത്തെപ്പോലെ ഈശോയെ പ്രഘോഷിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, സ്വതന്ത്ര മനസ്സോടെ അങ്ങ് ദാനങ്ങൾ ആദരിക്കാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന അതേ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ നിർമ്മലരായി തീരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ പ്രഘോഷിക്കുന്നു: പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം. സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു: എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു: എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു.
ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങൾ ലിയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണങ്ങളോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടി നിദ്ര കൊള്ളുന്ന അങ്ങയുടെ സഹോദരങ്ങളിലെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒന്നിച്ച് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി,
എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ വസ്തുക്കളുടെ പങ്കാളിത്തം ഞങ്ങൾക്ക് ഉപകരിക്കാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഇഹലോക നന്മകളാൽ സമ്പൂരിതരും പരലോക നന്മകളാൽ ഉദ്ബോധിതരുമായി തീരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. നമുക്ക് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മൾ കേട്ടില്ല, വചനം കേട്ടില്ല, നമ്മുടെ ദൈവം സൂപ്പർ ദൈവമാണ്. നമ്മളോട് അനീതി കാണിക്കാത്ത നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തെ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവിടുന്ന് കരുണ കാണിക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുവോ? ലൂക്ക 18:7 കരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. കർത്താവെ, അങ്ങ് കാണുന്നില്ലേ? അങ്ങേ ജനം അങ്ങയുടെ രക്ഷാനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? കർത്താവെ, കരുണ കാണിക്കണമേ. ലൂക്ക 18:7 രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരോട് അങ്ങ് കരുണ കാണിക്കയില്ലേ? നിയമാവർത്തനം 4:7 വിളിക്കുമ്പോഴൊക്കെ ഇത്ര സമീപസ്ഥനായ ദൈവമുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? റോമ 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ അവനെ നമുക്കായി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തം ദാനമായി നൽകാതിരിക്കുമോ? കർത്താവേ, പുത്രനെ തന്ന ദൈവമേ, ഈശോയെ തന്ന ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകണമേ. ഈ ജനം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സൗഖ്യം കൊടുക്കണമേ. ഈ ജനത്തിന് ആരോഗ്യം കൊടുക്കണമേ. ഈ ജനങ്ങളുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളില്ല കർത്താവേ, കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. ഈ ജനം ഒരു വിവാഹ കാര്യത്തിന് വേണ്ടി നാളുകളായി പ്രാർത്ഥിക്കുന്നു കർത്താവേ, വിവാഹ കാര്യങ്ങൾ നടക്കട്ടെ. ഒരു ജോലിക്ക് വേണ്ടി, സ്ഥിര വരുമാനമുള്ള ജോലിക്ക് വേണ്ടി ഈ ജനം എത്ര നാളായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിദേശത്തും നാട്ടിലും ഈ ജനത്തിന് നല്ല ജോലി നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. കടബാധ്യതകൾ ഏറ്റെടുക്കണമേ. മദ്യപാനം മാറ്റിക്കൊടുക്കണമേ. കൂടെ കൂടെ വരുന്ന അപകടങ്ങൾ മാറ്റിക്കൊടുക്കണമേ. നിരാശ വിട്ടുമാറട്ടെ. ദൈവം കൂടെയുള്ള അനുഭവം ഇവർക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് നീതി കാണിക്കണമേ. ഞങ്ങൾ പാപികളാണ് കർത്താവേ, ഞങ്ങൾക്ക് തെറ്റുകുറ്റങ്ങളും ഉണ്ട് കർത്താവേ.
കർത്താവേ, എന്നാലും കർത്താവ് അങ്ങ് ഞങ്ങളോട് നീതി കാണിക്കണമേ. ഈ ജനത്തിന് ആവശ്യമുള്ളത് നൽകണമേ. കർത്താവെ, അങ്ങ് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന്, ഈ മക്കൾക്ക് അങ്ങയുടെ നാമം വിളിച്ചാൽ രക്ഷ കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങയുടെ നാമം വിളിക്കുന്ന ഈ ജനത്തിനോട് അങ്ങ് കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വർഷിക്കട്ടെ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ. ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വലതുകരം കൊണ്ട് നന്നായിട്ട് പറഞ്ഞ് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി പറയാം.